ഷാനിക്ക, യെസ്, എങ്ങനെയാണ് ഇത്തവണത്തെ എലിമിനേഷൻ പ്രോസസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂൾ മാർക്സും ഈ ഷെഡ്യൂൾ മാർക്സും കൂടെ ചേർത്തിട്ടാണ് ടോപ്പർ ആരാണ് 5 പേര് ടോപ്പിലുള്ളത്, അതുപോലെ ഏറ്റവും ലീസ്റ്റ് 5 പേര് ആരാണ്, അതിൽ ഏറ്റവും കുറവുള്ള മാർക്കുള്ളവർ 2-3 പേരായിരിക്കും ഇനി നമ്മുടെ ഈ ഷോയിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കി ഈ ഒരു ഷെഡ്യൂൾ മാർക്കല്ല, മൊത്തത്തിലുള്ളത് വെച്ചിട്ട് നമുക്കത് അങ്ങോട്ട് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു എന്താ പറയുക ഒരു തുടക്കം എന്നതുപോലെ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. കുറേ കുട്ടികൾ വളരെ കഴിഞ്ഞ ഷെഡ്യൂളിലൊക്കെ വളരെ താഴെ പോയിട്ട് അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടി പ്രാക്ടീസ് ചെയ്ത് അവർ പിടിച്ചു കയറി വന്നിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം ഞങ്ങളുടെ വക കാര്യം ഹാർഡ് വർക്ക് ചെയ്തത് നിങ്ങൾ ഇവിടെ വന്ന് പാടുമ്പോൾ നമുക്കത് കിട്ടും, മനസ്സിലാവും, അതിൻ്റെ ഗുണം നിങ്ങൾക്കും കിട്ടും. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരൊക്കെ അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞങ്ങളുടെ വക കൺഗ്രാറ്റ്സ്. അങ്ങനെ വേണം മക്കളെ, അങ്ങനെ വേണം. ഈ എലിമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സെലക്ഷൻ പ്രോസസ്സ്, ഈ ഒരു പ്രോസസ്സ് ഏതൊരു റിയാലിറ്റി ഷോയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമുക്ക് അതില്ലാണ്ട് ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സൂപ്പർ സ്റ്റാർ ഒരാളെ ഉള്ളു, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് ആയിരിക്കണമായിരുന്നു. അപ്പൊ അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട, ഇപ്പോൾ ഓരോരുത്തർ മാർക്ക് കുറവായിട്ട് അവർ ഈ ഭാഗ്യക്കേടും ഉണ്ട്, പിന്നെ ഉഴപ്പും, അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഉഴപ്പുമ്പോൾ ദൈവം കൂടെ പാതി അങ്ങ് ഉഴപ്പും. അപ്പം അങ്ങനെയാണ് മൊത്തത്തിൽ കുളമായി പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ അങ്ങ് മുറുകി അങ്ങ് തീരും, ഒരാളെ നമ്മൾ കണ്ടുപിടിക്കും. അതിൻ്റെ ഒരു പ്രഥമ ചുവടുവയ്പ്പാണ് ഇതെന്ന് വിചാരിച്ച് മുമ്പോട്ട് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കുക മക്കളെ. വേറൊന്നും ഞാൻ പറയുന്നില്ല. എപ്പോഴും നമുക്ക് ഇവിടെ ഒരാളെ തോപ്പിച്ച് മുമ്പിൽ കയറണം അതല്ല, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണം, നമുക്ക് അസാധ്യമായിട്ട് പാടാൻ കഴിയണം. ഞങ്ങളെല്ലാം ഇമ്പ്രസ്ഡായി ഈ കേൾക്കുന്ന ജനങ്ങൾ നമ്മളാവുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ അല്ലെങ്കിൽ പ്രേക്ഷകർ, അവർ നിങ്ങളെ നെഞ്ചിലേറ്റുന്നതാണ് ഏറ്റവും വലുത്. അപ്പോൾ അതിന് ശ്രമിക്കുക മക്കളെ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഷാന എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ശരത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യം ആണ്. ഇതിൽ കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ ചിലരിൽ ഒരു ഉഴപ്പ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അത് അവരുടെ മാർക്സിലും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചിലർ അത്ഭുതകരമായിട്ട് അത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് പണിയെടുത്തിട്ട് ടോപ്പ് 5 കയറിയ ആളുകളുമുണ്ട്. അത് നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ആളുകൾ ഉണ്ട്. രമി ചേച്ചി, ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇതേപോലെ വിഷമാണ്, അതായത് എലിമിനേഷൻ റൗണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ലാസ്റ്റ് ടൈം ഭയങ്കര കിഡിലൻ പെർഫോമൻസുകളായിരുന്നു. എല്ലാം പെർഫോമൻസ് റൗണ്ടായാലും പാടുന്നതാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു. ഇപ്രാവശ്യം എനിക്കും ചില കുട്ടികളിൽ കുറച്ച് ഈ പറയുന്ന പോലെ എന്തോ എനിക്ക് തോന്നുന്നു അത് ഈ ചില സമയത്ത് ഈ കോമ്പറ്റീഷൻ സീരിയസ് ആകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അതിന് ഇൻവോൾവ് ആകുമ്പോൾ ചില സമയത്ത് ആ നെർവസ്നെസ്സും കൂടെ വന്നിട്ടൊരു പ്രശ്നം വരും. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേജിലാണ് ഇവരൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ എലിമിനേഷനോടുകൂടി ഇവരെല്ലാവരും കുറച്ചും കൂടെ സീരിയസ് ആവാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എലിമിനേറ്റ് ചെയ്യുന്നവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത്രയും ഗ്രേറ്റ് പ്ലാറ്റ്ഫോം, ശരത് സർ, ഷാൻ, അതേപോലെ ഒട്ടനവധി ഇത്രയും നല്ല ഗ്രേറ്റ് മ്യൂസീഷ്യൻസ്, ഗ്രേറ്റ് ഗ്രൂമേഴ്സ്, നിങ്ങൾക്ക് നല്ല ലേണിംഗ് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയ ഓരോ ടിപ്സും ഓരോ ഗ്രൂമേഴ്സ് തന്നതും എല്ലാ ടിപ്സും എടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു GTech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, എന്നാ എല്ലാരും ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ? ഓക്കെ, ബാ. ഓക്കെ, എല്ലാരും ഫ്ലോറിലെത്തി. അപ്പം മക്കളെ, നിങ്ങളെല്ലാവരും ഓരോ തവണയും നമ്മൾ ഇത് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചേഞ്ച് കിട്ടാത്ത കുറച്ച് പേരുണ്ട് ഇതിൽ. അത് ഉഴപ്പാണ്. സത്യം പറഞ്ഞാൽ ഉഴപ്പാണ്.
വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാതെ അസാധ്യമായിട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ പുറത്തുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആ 5 മിനിറ്റ് ദൈവത്തിനെ പ്രാർത്ഥിച്ച് അച്ഛനമ്മയും പ്രാർത്ഥിച്ച് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണം. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനും പറ്റത്തില്ല, പാടാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. അത് മക്കളെ ഇവിടുന്ന് ഔട്ടായാലും ഇപ്പോൾ ഇവിടുന്ന് പോയാലും നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ ആ ലക്ഷ്യബോധത്തോടെ മുമ്പോട്ട് പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റൂ. നമ്മൾ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. നിങ്ങളാണ് നാളത്തെ നമ്മുടെ എന്താ പറയണ്ടേ, നമ്മളെയൊക്കെ ഭരിക്കേണ്ട ആളുകൾ. അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അത്രയും എന്താ പറയേണ്ടത് നല്ല കുഞ്ഞുങ്ങളാണ്, അതിലൊരു സംശയവുമില്ല. നല്ല നിങ്ങളുടെ നന്മ വളർത്തുക, നിങ്ങളുടെ സംഗീതം വളർത്തുക. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പ്രൗഡായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല. ദൈവാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു മക്കളെ കേട്ടോ. ഇനി എപ്പോഴത്തെ പോലെ ടോപ്പ് 5 അല്ലേ? ടോപ്പ് 5. ഓക്കെ, നമ്മുടെ ടോപ്പ് 5. ഓക്കെ. അതില് ടോപ്പ് 1 ആണോ? അത് ടോപ്പ് 1. ഓക്കെ. ഉടക്കക്കാരൻ, നമ്മളെയൊക്കെ ഞെട്ടിച്ച വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ചെക്കൻ മെബിൻ. രണ്ട് ഷെഡ്യൂളിനെയും കൂടെ ടോട്ടൽ കൂട്ടുമ്പോ മെബു ആണ് ടോപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ്. അതും എല്ലാരും നമ്മുടെ ചക്കരകളാണ്. നിവേദ്. സൗണ്ട് പ്രശ്നമുണ്ടെങ്കിലും അവന് വലിയ സംശയം ആയിരുന്നു. പക്ഷെ ഇങ്ങ എത്തി അല്ലേ? സന്തോഷം മോനെ, കുറെ സന്തോഷം. നിനക്ക് പറയാനുള്ള ഈ സന്തോഷം തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത്ര വേറൊന്നുമില്ലേ? അല്ലെ, നിവേദനെ പറ്റി പറയുകയാണെങ്കിൽ ഡേഞ്ചർ സോണിൽ വന്നതല്ലേ 2 തവണ 1 തവണ 2 തവണ ഡേഞ്ചർ സോണിൽ വന്ന ഒരാളാണ് അവിടെ ഇപ്പൊ ടോപ്പ് 2 സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നെങ്കിൽ. വണ്ടർഫുൾ മോനെ. അപ്പൊ ഇതാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ മറിയും. ഇപ്പം നമ്മൾ ചില ക്ലാസ്സിൽ കാണില്ല, ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് തന്നെയായിരിക്കും ഉടനീളം ഫസ്റ്റ് റാങ്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ല, ചിലവരിൽ ചില ഉഴപ്പ് സീൻസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അവർ മെല്ലെ താഴോട്ട് പോകാൻ തുടങ്ങി. പണിയെടുക്കുന്ന ആളുകൾ മേലോട്ടും വന്നു. അപ്പൊ ഇതുപോലെ മുന്നോട്ട് പോവാ. ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ടോപ്പ് 1 എന്താണ്? സന്തോഷമുണ്ട്, ആദ്യമായിട്ടാ ടോപ്പ് 1 ആവുന്നത്. സോ സ്വീറ്റ്. മക്കളെ പറ, എന്ത് തോന്നുന്നു മനസ്സിൽ? സന്തോഷമുണ്ട്. മെബിൻ എന്തായാലും കുറെ പണിയെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണല്ലോ ഇവിടെ എത്തിയത്. അപ്പൊ അത് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. അതെ, നീ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നിന്റെ ഒരു രീതികള് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തു. നല്ല കോൺസെൻട്രേഷൻ. നല്ല കോൺസെൻട്രേഷൻ. എല്ലാ കുട്ടികൾക്കുള്ള അഡ്വൈസ് അതാണ്, എല്ലാരും കോൺസെൻട്രേഷൻ. എല്ലാരും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പാടാ. കോൺസെൻട്രേറ്റ് ചെയ്ത് പാടുക. ആ 5 മിനിറ്റ് നല്ലപോലെ പ്രസന്റ് ചെയ്യാ, നല്ലപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കൊള്ളാം മോനെ, ഒരു ടോപ്പറിന്റെ അഡ്വൈസ് ആണ് കേട്ടോ. നിങ്ങളിത് ചെറുതായിട്ട് കാണരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ടോപ്പ് 1 മെബു വന്ന സ്ഥിതിക്ക് മെബുയുടെ ഇത്രയും വരെയുള്ള ഒരു ജേർണി നമുക്കൊന്ന് കണ്ടു നോക്കാം. വയനാട്ടിൽ നിന്ന് വരുന്നു മെബിൻ മാർട്ടിൻ. സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. നീ ലാലേട്ടനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിന്റെ 7 അയൽവക്കത്ത് പോലും എത്തിയിട്ടില്ല. രസമായിട്ട് പാടി നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ വെക്കാൻ തോന്നുന്നു. ചെല്ലടാ. എന്തേ ചോദിക്കാണ്ടോ ധ്യാൻ ചേട്ടനോട്? എന്ത് ചോദിക്കാൻ? പാട്ട് പാടാൻ വന്നല്ലേ? ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതിന്റെ ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു.
എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല, രണ്ടുപേരും കിടുക്കി. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഐ ലവ്ഡ് ഇറ്റ്. യു ഹാവ് ടു എൻജോയ് ഇറ്റ്. അത് ദാറ്റ് ഇസ് ദ പർപ്പസ്. നമ്മളെ മറക്കണം. നമ്മൾ സ്വന്തം മറക്കുമ്പോൾ നമ്മൾ ഉഗ്രനായിട്ട് പാടും. അങ്ങനെയാണ് പാടിയത്. നിങ്ങൾ അടിച്ച് പൊളിച്ചു നോക്കാം. മോനിത നന്നായി പാടി. അനുപല്ലവിയുടെ എന്തുണ്ടല്ലോ ഇതിലേക്ക് കേറുന്നത്. സൂപ്പർ, ബ്യൂട്ടിഫുൾ ജേണി. ഇതുപോലെ തന്നെ ജേണി മുന്നോട്ട് പോണേടാ. ഇനി ഇവന്റെ ജേണി കണ്ട സ്ഥിതിക്ക് ഇവന്റെ ജേണി കാണാതെ നിന്റെ ജേണി കണ്ടാലോ? നമ്മുടെ കോഴിക്കോട് നിന്നാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നിവേദ് കൃഷ്ണ. ഈ ഒരു പ്രായത്തിലുള്ള ഒരാൾ പ്രമോദൻ എത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് പാടുന്ന ഞാനും കേട്ടിട്ടില്ല. എവിടെയും വഴുതിയില്ല, അവസാനം കറക്റ്റ് പാട്ടില്. ഐക്കോണിക് പെയർ റൗണ്ടിൽ പാടാൻ വരുന്നു അമേയ ആൻഡ് നിവേദ്. ഇന്ന് ഏത് പാട്ടാ പാടാമോ? ഹർഷബാഷ്പം. എന്തോ പറഞ്ഞു. Very tough to hold that note. I think you did a great job. ഗൂഗിൾ പേ നമ്പർ പറ. മക്കളെ ഉഗ്രം പാട്ട്. നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. സൂപ്പർ. ഇനി തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ. മക്കളെ വൈക. പുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ. സൂപ്പർ സ്റ്റാറിന്റെ മുത്ത്. മുത്ത്. മുത്ത് പറ. പറ മുത്തേ. ഇപ്രാവശ്യം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ദൈവാധീനം ഉണ്ടാവണം. അത് നമ്മൾ സംഗീതക്കാർക്ക് മതവും ജാതിയും ഒന്നുമില്ല മക്കളെ കേട്ടോ. നമുക്ക് ഒന്നേ ഉള്ളൂ, മ്യൂസിക്. അതാണ് നമ്മുടെ ദൈവം. അതിനെ അങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് പൊക്കോളുക. പിന്നെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കുഞ്ഞുങ്ങളല്ലേ. കുറേ സന്തോഷം കേട്ടോ. എപ്പോഴും ഇതുപോലെ എനർജറ്റിക് ആയിട്ട് വരുന്ന പെർഫോമൻസ് എല്ലാം അടിപൊളിയായിട്ട് തകർത്തിട്ട് അവള് പോവാറുള്ളൂ. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് വൈഗയുടെ ജേണി ഒന്ന് കാണാം. ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്ന് വൈഗ ലക്ഷ്മി. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ പെർഫോമൻസ് റൗണ്ട് കണ്ടതിൽ ഞാൻ കണ്ട് ഞെട്ടിപ്പോയൊരു പെർഫോമൻസ് ആണ്. A golden girl with a golden mic. ജില്ലായിട്ടുണ്ടല്ലോ മൊത്തത്തില്. പിയാ തൂ അബ് തോ ആജാ. മോള് കീപ്പപ്പ് ചെയ്ത ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ പാട്ടിന് കൊടുത്ത ലൈഫ് അടിപൊളി. അതാണ് ഏറ്റവും കമന്റബിൾ. യുവർ സിംഗിങ് ശരിക്കും ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു പേരിന് യോജിച്ച ഒരാളാണ് വൈഗ. താങ്ക് യു സാർ.
ലാസ്റ്റ് പല്ലവി അടിപൊളി. ശരിക്കും നിനക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. എന്നെ ഒന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ട് ചേച്ചി. ചേച്ചിയുടെ പാട്ടൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളില്ലേ? വൈഗ ഇവിടെ എല്ലാത്തിനും ഉണ്ട്, എല്ലാ കളിക്കും ചിരിക്കും. വൈഗ ഗെയിമാണ്. അതെ. പക്ഷെ പാട്ടിലേക്ക് വരുമ്പം ഇവളെ വെല്ലാൻ ആരും ഇല്ലാന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഗക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. സെക്കൻഡ് ഗോൾഡൻ മേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രീമാണ്. കാരണം ആദ്യം ഇനി ഫോർത്ത് നമുക്കൊക്കെ പ്രിയങ്കരിയായ, എല്ലാ അച്ഛനമ്മമാർക്കും പ്രിയങ്കരിയായ മാതാപിതാക്കളുടെ പ്രാർത്ഥന മുഴുവൻ ശിരസിൽ പേറി നടക്കുന്ന സർഗ. സർഗ കഴിഞ്ഞ ഷെഡ്യൂളില് ടോപ്പർ ആയിരുന്നു. നമ്മളുടെ മാർക്ക് കാണിച്ച സമയം 2 ഷെഡ്യൂളോട് കൂട്ടുമ്പോൾ ടോപ്പ് 4th പൊസിഷനിലാണ് കേട്ടോ. ആ, എന്താ പറയാനുള്ള കേക്കട്ടെ? സന്തോഷമുണ്ട്. അതന്നെയല്ലേ എല്ലാരും പറഞ്ഞേ. വേറെന്തെങ്കിലും പറ. എനിക്ക് സന്തോഷം ഉണ്ടെന്ന് പറയരുത്, സങ്കടം ഇല്ലെന്ന് പറഞ്ഞാൽ മതി. പറ. അല്ല, കുറച്ച് ഷെഡ്യൂളില് എനിക്ക് എന്താ പറയാ, ഞാൻ വിചാരിച്ച പോലെയൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം എന്തുകൊണ്ട് അത് എന്തോ കൊണ്ട് ലേശം ഉഴപ്പും കാര്യങ്ങളൊക്കെ കയറി വന്നോണ്ടാണോ സർഗ? ഉഴപ്പില്ലായിരുന്നു. ഇല്ല, എന്തോ പറ്റി അങ്ങനെ. പിന്നെ കഴിഞ്ഞ ഷെഡ്യൂളില് വീണ്ടും ഒന്നതായി. പിന്നെ ഷെഡ്യൂളിൽ ടോപ്പ് 5 എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. ടോപ്പ് 5 ലാസ്റ്റ് കണ്ണി. ഞാൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ധ്രുവ. ധ്രുവ ഫസ്റ്റ് ടൈം ആണോ ഈ ടോപ്പ് 5? അല്ല, വന്നിട്ടുണ്ട്. പറ ധ്രുവ. മക്കളെ ഇപ്പൊ എന്ത് തോന്നുന്നു? വിഷമമാണോ മക്കൾക്ക് ഇത് 5 പേരുടെ കൂടെ 4 പേരുടെ കൂടെ നിൽക്കാൻ? സന്തോഷം. ധ്രുവയുടെ 2 ടിപ്സ് കൊടുത്തേ. ധ്രുവ അല്ല, പാർവതി. ധ്രുവ. ധ്രുവയുടെ 2 ടിപ്സ് തരുമോ കുട്ടികൾക്ക് എല്ലാവർക്കും? ടിപ്സ് എന്ന് അറിയാൻ നന്നായിട്ട് പാടാനായിട്ട് എന്നും രാവിലെ എനിക്ക് സാധകം ചെയ്യണം. വലിയ കാര്യങ്ങളാ പറയുന്നത്. അടുത്തത് പിന്നെന്താ, നല്ലോണം വോയിസ് റെസ്റ്റ് എടുക്കണം, വെള്ളം കുടിക്കണം. അല്ല, നല്ലോണം വോയിസ് റെസ്റ്റ് എടുത്ത പിന്നെ എങ്ങനെ പാടുന്ന പോലെ? റെസ്റ്റ് എടുത്തിട്ട് പാടുന്ന സമയം വോയിസ് എടുക്കണം. ആവശ്യത്തിന് വോയിസ് റെസ്റ്റ് എടുക്കണം. വെള്ളം കുടിക്കണം. ഇല്ല, നമ്മൾ പാടുമ്പോ വെള്ളം കുടിക്കും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റ്സ് മക്കളെ. അച്ഛനും അമ്മയൊക്കെ ഇഷ്ടമുള്ള കൊച്ചിന്റെ ജേർണി കാണണ്ടേ? തീർച്ചയായിട്ടും. എനിക്ക് അവരുടെ വീട്ടിലെ ജേർണിയും കാണണമായിരുന്നു, പക്ഷെ അതിന് വേറെ വഴിയില്ല. ഓക്കെ, ട്രിവാൻഡ്രം കരിയെ ആണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സർഗ. You are fantastic. ആദ്യം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു, എന്താ ഇത് ഒരു കുട്ടി ചിത്രം അല്ലേ ഇത്? നല്ല ക്ലീൻ പെർഫോമൻസ് ആയിരുന്നു. വോയിസ് നല്ല മെച്ചോർഡ് വോയിസ് ആണ്. കുഞ്ഞു കുട്ടി പാടുന്ന പോലത്തെ ഒരു വോയിസേ അല്ല. കൺട്രോൾ അമേസിംഗ്. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആ പാട്ട്. അതിന്റെ കുറെ എക്സ്പ്രഷൻസ് അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് യു സാങ്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ പാടുന്ന കാണാനും കേൾക്കും.
വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ. മക്കളെ ഉഗ്രമായിട്ട് പാടിയല്ലോ. സർഗ എങ്ങനെയാ പൊതുവെ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെയുള്ള ആളാണോ? ഇവിടെ കാണുന്ന സൈലന്റേ അല്ല, ഷാനിക്ക ഇവിടെ വരുമ്പോ മിണ്ടാപ്പൂച്ചയാ, വീട്ടില് ഭയങ്കര ശല്യം. സത്യതാണ്. അപ്പൊ ഒരു അക്രമകാരിയാണ് മോളെ. പാവാണ്, പക്ഷെ കയ്യിരിപ്പ് മുഴുവൻ പോക്കൃത്തരാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ധ്രുവ മോളുടെ ജേർണി കണ്ടിട്ട് വരാം. It was a golden performance. I loved your attitude, Dhruva, no? നമ്മുടെ എനർജറ്റിക് വൈബ്രന്റ് ഇവിടെ ചിലതൊക്കെ സംഭവിക്കും. ജീവിത സംസാരം അതൊക്കെ നല്ല രസമായിട്ട് പാടും. ഇന്ന് ചോദ്യം പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? Shall I remind you something? It's quite unbecoming an officer. I pity you for the dirty game you have played in this case. നമുക്ക് ആകെ അറിയാവുന്ന somebody, everybody, nobody, കബഡി, nothing doing the Godrej washing. ശിവമല്ലിപ്പൂ പൊഴിക്കും Vibrant ആയിട്ടുള്ള ധ്രുവ as on. ധ്രുവ എന്താ സൂപ്പർ. 100% നിങ്ങൾ പാട്ടിന് കൊടുത്തിട്ടുണ്ട്. ചക്കരയ്ക്ക് കെട്ടിപ്പിടിച്ചു. ധ്രുവ നക്ഷത്രം പോലത്തെ ഒരു കുട്ടിയാണോ? ഭയങ്കര വൈബായിരുന്നു മോളെ. അച്ഛൻ ആസാദായിരുന്നു. യെസ്, അപ്പോ ടോപ്പ് 5 കൺഗ്രാറ്റുലേഷൻസ്. എല്ലാവരും ഇതുപോലെ ഹാർഡ് വർക്ക്. ഇപ്പൊ സർഗ നേരത്തെ ഹാർഡ് വർക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, അത് അതിന്റെ പേസ് ഒന്ന് മാറ്റാൻ സമയമായി. കാരണം അതിന്റെ പേസ് മാറ്റിയ ആളുകളാണ് സർഗയുടെ മേലെ നിൽക്കുന്നവർ. അതെ. സാധാരണ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാതെ കുറച്ചുകൂടെ അധികം ഓവർ പ്രാക്ടീസ് എന്നല്ല ഞാൻ പറയണേ, വേണ്ടത്ര പ്രാക്ടീസ് ഇവരെല്ലാവരും ചെയ്തു. അപ്പൊ എന്തായാലും 5 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്, വെൽ ഡിസേർവ്ഡ് വിൻ എന്ന് പറയാം. അപ്പൊ ഈ 2 ഷെഡ്യൂളിൽ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ നോക്കുക, അടുത്ത ഷെഡ്യൂളിൽ അതനുസരിച്ച് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഡേഞ്ചർ സോണിലുള്ള 5. ഇനി ഡേഞ്ചർ സോണിലുള്ള 5 പേരെയാണ് അമ്മേ നമ്മൾ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഡേഞ്ചർ സോണിലുള്ള 5 പേരെ വിളിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ അങ്ങനെ എൻറ്റയർലി സേഫായി എന്നല്ല, നിങ്ങൾ ഡേഞ്ചർ സോണിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് സേഫായി അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾ അങ്ങോട്ടേക്ക് ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ ഷോയിൽ നിൽക്കാൻ ശ്രമിക്കാം, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഡേഞ്ചർ സോണിലുള്ള ആളുകൾ എന്ന് പറയുന്നത് 1 ദേവിക, ദിയ, തീർത്ഥ, ശ്രീഹരി ആൻഡ് ദേവാംഗ. ഇവരാണ് ഡേഞ്ചർ സോണിലുള്ള ആൾക്കാർ. അപ്പം ബാക്കിയുള്ളവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും ടോപ്പ് 5 വന്ന ആളുകളുണ്ടോ? കണ്ടോ?
ആ ഓക്കെ, എല്ലാവരും ടോപ്പ് 5 വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട് ടോപ്പ് 5. ഓക്കെ, അപ്പം പിന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നിങ്ങളുടെയൊക്കെ മാർക്സ് കുറഞ്ഞത്. അതൊക്കെ ഇനി ഫിഗർ ഔട്ട് ചെയ്യുക. ഇനി കോമ്പറ്റീഷൻ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് സേഫായ കുട്ടികളോടാണ് ഞാൻ പറയണത്. കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഗെയിം അപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ തൊട്ട് ഈ ഡെസിമൽ സിസ്റ്റം ആക്കിയല്ലോ. മറ്റതൊക്കെ നമ്മൾ 8.5 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 7.5 7, ഇതിപ്പോൾ അതിൻ്റെക്കാളും അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ 7.8 അതുപോലെ 8.2 എന്നൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ആർക്കും സിമിലർ മാർക്സ് ഇല്ല ഇത്തവണ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഡിഫറെൻറ്റ് മാർക്സ് ആണ് ഉള്ളത്. പക്ഷേ ഈ പറയുന്നതും വലിയ മാർക്കൊന്നും അല്ല സേഫായ കുട്ടികൾക്ക് കേട്ടോ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡിഡ് സംതിങ്. ഓക്കെ, ഈ ഡയസിന് പുറത്ത് നിൽക്കുന്ന 6 പേര് നിങ്ങൾ സേഫാണ്. പാർവണ ഒക്കെ എപ്പോഴും ഭയങ്കര നമ്മളെ വേഴ്സറ്റൈൽ എന്ന് പറഞ്ഞ നമ്മൾ നമ്മളെപ്പോഴും പാർവണയാണെങ്കിലും പിന്നെ അനുഷ്ക, അമേയ, ബദ്രി, പിന്നെ അഭിനവ്, അർജുൻ എല്ലാവരും നല്ല സിംഗേഴ്സാണ്. കഴിഞ്ഞ ഷെഡ്യൂളും ഈ ഷെഡ്യൂളും വെച്ച് നോക്കുമ്പോൾ 6 റൗണ്ടുകളാണ് ഉണ്ടായത്. അതിൽ ചില റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, ചില റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, പിന്നെ വളരെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തി. അപ്പം അവിടെ നിന്നൊക്കെയാണ് ഈ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. ചിലതിൽ ഇപ്പം അമയയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അമയ ഇപ്പം കഴിഞ്ഞ പാട്ടിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്തു. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തതിന് അത്ര എനിക്കൊന്ന് നല്ല കുറവും കിട്ടി. പക്ഷെ അത് സ്കോർ ചെയ്തോണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ മേ ബി ഡേഞ്ചർ സോണിൽ വരേണ്ടതാണ്. ഒരൊറ്റ പാട്ടാണ് നിന്നെ രക്ഷിച്ചത്. അപ്പോൾ ആ പാട്ട് പാടാൻ വേണ്ടി എന്ത് തോട്ടായിരുന്നോ നിന്റെ മനസ്സിൽ ഓടിയത്. അപ്പം അതായത് മാർക്ക് കുറഞ്ഞപ്പോൾ നിനക്ക് തോന്നിയിട്ടുണ്ടാവില്ല, ഓക്കെ അടുത്തത് ഞാൻ ശരിയാക്കും. അങ്ങനെ അടുത്തത് നീ ശരിയാക്കി. ആ തോട്ട് ത്രൂ ഔട്ട് എല്ലാവർക്കും വേണം. എനിക്ക് അതാണ് പറയാനുള്ളത് കേട്ടോ. പോയിക്കോ. കൺഗ്രാറ്റുലേഷൻസ് മക്കളെ. ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും നമുക്ക് വന്നു ചേരണം എന്നൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മളത് റെഡി ആയിരിക്കുക, അത് ഗ്രാബ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കുക, പെർഫോം ചെയ്യാൻ റെഡി ആയിരിക്കുക, അത്രയേ ഉള്ളൂ. ഇത് സീരിയസ് ആയിട്ടാണ് പറയണമെങ്കിലും അതിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോം, ഇത്രയും നല്ലൊരു എൻവയോൺമെൻറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഇനി ഡേഞ്ചർ സോണിൽ വന്നവർക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. ശരി, പ്രാവശ്യം കുഴപ്പമില്ലാണ്ട് പാടിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തീരെ ശ്രുതിയൊന്നും ചേരുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ശ്രുതി ചേരാൻ വേണ്ടിയിട്ട് സാറ് ഷാനിക്ക പറഞ്ഞ ഷട്ട് സാറൊക്കെ പറഞ്ഞ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് കുറെ പ്രാക്ടീസ് ചെയ്തു. ഇപ്രാവശ്യം ശ്രുതി അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പിന്നെ എന്താ ഡേഞ്ചർ സോണിൽ വന്നതിന്റെ കാരണം എന്താ? അത് വരിയല്ല, ലാസ്റ്റത്തെ സംഭവം. ആ പാട്ട് മൊത്തം കൊളായിരുന്നു. അതാണ് സത്യം. ശബരിമലയിൽ കണ്ട സൂര്യോദയം, ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. ശബരിമലയിൽ കണ്ട സൂര്യോദയം, അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കും കുട്ടി. കാരണം അവസാനത്തത് പോയി. ഇവിടുത്തെ പാച്ചുമൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച്, പാച്ചുവും അനൂഫും ഇത് ഏത് വഴിക്ക് പോകും, നമ്മളിത് എങ്ങനെ ഈ പാട്ട് അവസാനിപ്പിക്കുന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു പാട്ടിന്റെ ഡിസൈൻ മൊത്തം തെറ്റിയല്ലോ. അപ്പൊ
അതാണ് ഭയങ്കരമായിട്ട് മാർക്ക് കുറയാൻ കാരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെയും പറയാൻ കാരണം ഇതാണ്, വളരെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇപ്പൊ ശ്രുതി ചേരുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ അതുപോലും ഇപ്പോഴത്തെ സ്റ്റേജിൽ നിങ്ങളോട് പറയുന്നത് കുറച്ച് സില്ലിയാണ്. കാരണം നിങ്ങൾക്ക് അതൊക്കെ പാസ് ചെയ്ത് മുന്നോട്ട് വരേണ്ട ആളുകളായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കോമ്പറ്റീഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് വരി മറന്നു പോകുക എന്നൊക്കെ പറയുന്നത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങളോടും കൂടെ പറയണേ, ഇനി വരി മറന്നു പോയി കഴിഞ്ഞാൽ ചെറിയ മാർക്കൊന്നുമല്ല നമ്മൾ കുറയ്ക്കാൻ പോണേ, നല്ല മാർക്കാണ് നമ്മൾ കുറയ്ക്കാൻ പോണേ. ഒറ്റയടി ചിലപ്പോൾ 3-4 മാർക്കൊക്കെ അങ്ങ് കുറയും. ആ കാര്യങ്ങളിലൊക്കെ മാർക്കിംഗ് സിസ്റ്റം തന്നെ നമ്മളൊന്ന് സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ടേക്ക്. കാരണം അങ്ങനെ ആക്കിയേ പറ്റൂ. നമുക്ക് ഇത് എന്തായാലും ഇതൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്, അൾട്ടിമേറ്റ്ലി സൂപ്പർ സ്റ്റാറിലേക്കുള്ള ജേണിയാണ്. അപ്പോൾ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം മാർക്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വരി എന്തെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 8 അല്ലെങ്കിൽ ഒരു 9 കിട്ടേണ്ട കുട്ടിക്ക് ചിലപ്പം കിട്ടാൻ പോകുന്നത് 5 ഒക്കെ ആയിരിക്കും. നമ്മളപ്പോൾ അത്രയും നമ്മൾ കുറയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോ കേട്ടോ. നെക്സ്റ്റ് ടൈം ബി വെരി കെയർഫുൾ. എനിക്ക് ഇപ്രാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ മോളെ ടെൻഷൻ? നമ്മളൊക്കെ ഇത്ര അടുത്തില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിങ്ങനെ നോക്കിയിട്ട് വായിക്കണം, കുട്ടിയുടെ പേര്. ഇപ്പൊ എല്ലാവരുടെ പേര് പോലും നമുക്ക് ബൈഹാർട്ടാണ്. നമ്മൾ അത്രയും അടുത്ത് കഴിഞ്ഞില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ മുമ്പ് പാടുമ്പോൾ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഗോൾഡൻ മൈക്ക് അടിച്ച ആളല്ലേ, പിന്നെ എന്തിനാ ദേവുന് ഇപ്പൊ ഇത്രയും ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ടെൻഷൻ എന്തിനായിരുന്നു? എന്താന്നറിയില്ല. നമ്മൾ ആരും വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ മോളെ. വഴക്ക് പറഞ്ഞോ? അവളെന്നല്ല ആരെയും വഴക്കൊന്നും പറയാറില്ല. അതെ, ആദ്യം തൊട്ട് നമ്മൾ അങ്ങനെ ഒരു ഇതൊന്നും പറയാറൊന്നുമില്ല. പിന്നെ എന്തിനാ മോളെ ടെൻഷൻ? ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടല്ലേ ഈ ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കേണ്ടി വരുന്നേ. നമുക്ക് ആദ്യമേ തൊട്ട് പറയായിരുന്നു ടെൻഷൻ അടിക്കുക. ഹരിച്ചേട്ടനൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എന്ന്. ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് വിന്നർ അല്ലേ മോള്? അതായത് സൂപ്പർ സ്റ്റാറിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന് ഫസ്റ്റ് സിംഗർ അവള് പാടി ഗോൾഡൻ മൈക്ക് അടിച്ചോണ്ടുപോയി. അപ്പൊ അങ്ങനത്തെ ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് അടിച്ച കുട്ടി ഇത്തവണ ഡേഞ്ചർ സോണിൽ കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. അത് ടെൻഷൻ മറക്കാം. ഇനി അങ്ങോട്ടേക്ക് വാട്ട് എവർ ദ റിസൾട്ട്, ഈ എലിമിനേഷൻ്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അങ്ങോട്ടേക്ക് ഈ ടെൻഷൻ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടോ. ടെൻഷനാണ് നിങ്ങളുടെ എല്ലാവരെയും നശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതെടുത്ത് കളയാം. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഭയങ്കര മാർക്ക് കുറവ്. ശ്രുതി ഇപ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു കുഴപ്പം മോളെ? ശ്രുതി. അതെന്താണ് അങ്ങനെ പറ്റിയത്? നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ശ്രുതി കാതിൽ വെച്ച് പാടിക്കൂടെ? നമ്മൾ പ്രായമാകുമ്പോഴാണ് അതൊക്കെ കുറച്ച് പ്രോബ്ലം വരുന്നത്. എന്താ പറ്റിയ മോക്ക്? പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ എന്താണ് ആ കുഴപ്പം മോളെ? മക്കളെ പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞു. അങ്ങനെ വെച്ചാല് ഇപ്പൊ എന്റെ മോടടുത്ത് അങ്ങാണ് ആ ചോദിച്ചിരുന്നെങ്കിൽ അവളിപ്പോ എന്നെ കൊന്നേനെ. അത്രയും ഇങ്ങോട്ട് പറഞ്ഞു. മക്കളെ എന്തായിരുന്നു നിങ്ങളുടെ റീസൺ? ചടാന്ന് പറ. ഇത്രയും ഷെഡ്യൂൾ ആയില്ലേ, നമ്മളെല്ലാരും ഇത്രയും ഫ്രണ്ട്സ് ആയി. എന്റെ പാറു ഞാനൊക്കെ ഇറങ്ങി പോകുമ്പോഴേ ഇവരൊക്കെ കൂടെ വന്ന് മറ്റേ ഹയനെ അറ്റാക്ക് ചെയ്യത്തില്ലേ, കൊച്ചു ജീവികളെയൊക്കെ അതിന്റെ അള്ളിപ്പിടിച്ചൊക്കെ കിടന്ന് എന്നെ റൂം വരെ വരുന്നത്. അതെ, അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതല്ലേ. അപ്പൊ അതുപോലെ നമ്മളോട് പറഞ്ഞോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് തുറന്നു പറയാലോ കാര്യങ്ങള്. എന്തായിരുന്നു ദിയയുടെ മിസ്റ്റേക്സ്? എന്താണ് ദിയക്ക് പറ്റിയത്? എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കുമല്ലോ ഈ ഡേഞ്ചർ സോണിൽ ഇത്തവണ വന്ന് നിൽക്കുന്നത്. ടെൻഷനാണോ മോൾക്കും? അത് മനസ്സിലാവണില്ല. അത് കുഴപ്പമില്ല. ദിയക്ക് നമ്മൾ കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വേർഡ്സ് എപ്പോഴും ഇങ്ങനെ കട്ടാവുമായിരുന്നു. ബ്രെത്ത് എടുക്കുന്ന പോയിന്റ്സ് കൂടുതലായിരുന്നു. ഒരു പാട്ടിന്റെ ഒരു വരിയിൽ തന്നെ ചിലപ്പോൾ ഒരു ബ്രെത്തിൽ തന്നെ അവൾക്ക് പാടാൻ പറ്റും. അവൾ പാടിയിട്ടുമുണ്ട്. പിന്നെ ശരത്തേട്ടൻ പാടാൻ പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് അവൾ പാടി. അപ്പൊ അത് പാടാൻ പറ്റില്ല, എത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെയൊക്കെ ബ്രെത്ത് എടുത്ത് ആ പാട്ടിന്റെ ബ്യൂട്ടിയെ ഒരു പരിധി വരെ എഫക്ട് ചെയ്യുമ്പോഴാണ് നമുക്കും അതെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ലൈനും കട്ടാകുന്നുണ്ട്. പിന്നെ ത്രോട്ട് ഡ്രൈ ആവുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്തവണ നമ്മൾ കണ്ടത്. അത്രേ ഉള്ളൂ. നമ്മൾ കണ്ട പ്രശ്നങ്ങൾ അതൊക്കെയായിരുന്നു കേട്ടോ മോളെ. പിന്നെ അല്ലറ ചില്ലറ ശ്രുതി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഗൈൻ മറ്റേതായിരുന്നു മെയിൻ പ്രോബ്ലം, ലൈൻസ് ഇങ്ങനെ കട്ടാവുന്നത്. ഓക്കെ,
ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ബ്രെത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്താ അങ്ങനെ പറ്റിയ കുഞ്ഞിന്? ഗോൾഡൻ മൈക്ക് കിട്ടിയ ആളാണ് കഴിഞ്ഞ. തീർത്ഥക്ക് എന്താ പറ്റിയത്? അതാ മക്കളെ പറ മക്കളെ, എന്താ? തീർത്ഥാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് ഈ ഒരു. അതെ, വേറെ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ മോൾക്ക്? മക്കളുണ്ടേ പറയടാ, തുറന്ന് പറ. ഇത് മക്കൾക്ക് എന്ത് വേണം ഞങ്ങളുടെ അടുത്ത് പറയാം. അതെ, എന്താ നമ്മളൊക്കെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെയാണ്. അതെ, മക്കൾക്ക് പറയാം, സ്വാതന്ത്ര്യത്തോടെ പറയാം. വേറൊന്നുമില്ല. വേറെ ഇങ്ങനെ ഇത് എന്താണ് നിനക്കിത് കിട്ടാത്തത്, അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രഷേഴ്സ് ഉണ്ടോ? ചുമ്മാ ചുമക്കുന്നുണ്ടോ മക്കള്? ഇല്ല. ഉറപ്പാണോ? പിന്നെ അങ്ങനെ ഈ ഗ്രൂപ്പിൽ വന്നു എന്ത് പറ്റി പറഞ്ഞോ? എന്തേലും ഉണ്ടേ പറഞ്ഞോ. പറഞ്ഞോ മക്കളെ. ഇല്ല, ബ്രെത്തിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓക്കെ. വേറെ അൺനെസസറി അനാവശ്യ പ്രഷറോ ടെൻഷനോ ഒന്നും കാര്യങ്ങളോ ഇല്ലല്ലോ. ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്ക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പാരന്റ്സിനോട് പറ. അവർ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഉള്ളത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പാരന്റ്സിനോട് പറ, പാരന്റ്സ് അത് മാറ്റിത്തരും. അത് ഷെയർ ചെയ്യണേ മക്കളെ, ഷെയർ ചെയ്യാതെ മനസ്സിൽ വെച്ചേക്കരുത്, മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഓക്കെ. ദേവാങ്കി അവള് പിന്നെ അവള് മിടുക്കിയ. വലിയൊരു കൊടുങ്കാറ്റ് കഴിഞ്ഞാണ് അവള് വന്നത്. ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് രാഗ റൗണ്ടിന്റെ ഇതില് ഇന്നിയർ വെക്കാണ്ട് പാടി പൊട്ട ബുദ്ധിയില്. അത് പോട്ടെ മക്കളെ, അത് റിഹേഴ്സൽ ടേക്കിന് മറ്റേ ഇന്നിയറിലോട്ട് എനിക്ക് എന്താ എന്റെ വോയിസ് ഒന്നും കേൾക്കുന്നില്ല. ഇന്നിയറിന്റെ പ്രശ്നമല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്നിയർ വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മൈക്കൊന്നും മര്യാദയ്ക്ക് പിടിക്കാൻ കഴിയാത്ത പോലെ. അപ്പൊ രാഗ റൗണ്ട് അങ്ങനെ കോളായി. ബാക്കി കഴിഞ്ഞ പ്രശ്നമില്ല, കഴിഞ്ഞ ഷെഡ്യൂൾ കുഴപ്പമില്ല. ഇപ്രാവശ്യം കുറച്ച് ശ്രുതി പ്രശ്നവും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അത് കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അതിപ്പോൾ നമ്മളെന്താ ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഇപ്പോൾ തുടക്കം പാടുമ്പോൾ ഒരു ചെറിയ തൊണ്ട ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടാകും, പിന്നെ അതും ചുമന്നുകൊണ്ട് ലാസ്റ്റ് പല്ലവി പാടുന്നവരെ അത് തലയിലും വെച്ചുകൊണ്ട് നടക്കരുത്. മനസ്സിലായില്ലേ? കഴുത്ത് ഉളുക്കും. അതുകൊണ്ട് അതങ്ങ് കളയുക. അങ്ങനെ പറ്റിപ്പോയി, സോ വാട്ട് എന്ന് മനസ്സിൽ വിചാരിക്കുക. അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി തെറ്റി പോട്ടെ, ഞാൻ അടുത്തത് ശരിയാക്കും. അത് വിചാരിക്കും. ഇതെടുത്ത് തല വെച്ചിരുന്നാൽ ആ കരട് ഇങ്ങനെ നിങ്ങൾ പാടുന്ന മൊത്തം പാട്ടിലും അതിൻ്റെ ഷെയ്ഡുണ്ടാവും. അത് നിങ്ങളുടെ പാട്ടിനെ വല്ലാണ്ട് ബാധിക്കും കേട്ടോ മക്കളെ. അതുകൊണ്ട് എന്ത് വന്നാലും പോട്ടെ, അത് കഴിഞ്ഞത് കഴിഞ്ഞ് ഇനിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കൂളായിട്ട് പോവാം. മനസ്സിലൊരു കാര്യം എപ്പോഴും നിങ്ങൾ പെൺകുട്ടികളാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, എപ്പോഴും ധൈര്യമായിട്ടിരിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു 2-3 തവണ ആലോചിക്കുക. ചെയ്യണോ വേണ്ടയോ, നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യണോ, എണീറ്റ് കൃത്യമായിട്ട് ഇപ്പോൾ ഉറക്കം വരുന്നല്ലോ, അത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷേ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യണം. അല്ല ചുമ്മാ ഒരു മണ്ടൻ തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ പൊട്ട കുത്തിയോണ്ട് ഞാൻ ഹെഡ്ഫോൺ ഊരി കാട്ടിലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആർക്ക് നഷ്ടം മോളെ? ആ മോക്ക് തന്നെ. കൃത്യമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ മോളെ. ഈ ലോകത്ത് ജീവിക്കുന്ന വലിയ പാടാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ എപ്പോഴും. ഞാനതേ പറയത്തുള്ളൂ. കാര്യം എനിക്കൊരു മോളാണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ധൈര്യമായിട്ടിരിക്കുക. പിന്നെ പ്രാക്ടീസിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിൽ ഉഴപ്പും പാടില്ല മക്കളെ. അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും, അത്രേ ഉള്ളൂ, പറഞ്ഞില്ല. നിങ്ങളുടെ നമുക്കൊരു ഷോ അത് കിട്ടി, അത് നമ്മളെ മാക്സിമം എത്രത്തോളം നമുക്ക് നല്ല പാട്ടുകൾ ജനങ്ങൾക്ക് വേണ്ടി പാടാൻ കഴിയുന്നു, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ഉഴപ്പ് കൊണ്ട് അത് പുറന്തള്ളപ്പെട്ട് പോകരുത് മോളെ. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വെറുതെ പറയാനില്ല, എല്ലാവരും ചക്കരകളാണ്. അതെ, ഓൾ ദി ബെസ്റ്റ്. വിഷമം. ഓക്കെ. അപ്പൊ ഇനി ഇതില് ആരൊക്കെ ഇന്നാവുന്നു അല്ലെങ്കിൽ ആരൊക്കെ നമ്മളെ വിട്ട് പോകുന്നത്, ഇനി ആ ഒരു പ്രോസസ്സിലേക്ക് കയറാം. അപ്പോൾ ശരത്തേട്ട മാർക്സ് കണ്ടു. പോയിന്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെ, വളരെ
ഇച്ചിരി വ്യത്യാസം കുറച്ച്. എത്ര പേരാണ് ഇന്നാവുന്നത്? ഇതിൽ 2 പേര് സേഫാണ്. ഷാന അത് പറഞ്ഞോളൂ ആരാന്ന്. 2 പേര് ഇതിൽ സേഫാണ്. സേഫായ 2 പേര് എന്ന് പറയുന്നത് ഈ 5 പേരിൽ സേഫ് ആവുന്ന ആദ്യത്തെ വ്യക്തി ഇറ്റ് ഈസ് ശ്രീഹരി. ശ്രീഹരിക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 151 മാർക്കാണ് ഈ 2 ഷെഡ്യൂളുമായിട്ട് ശ്രീഹരി സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പം ശ്രീഹരി, യു ആർ സേഫ്. ചുണു, ഇനി ശ്രീഹരി, ഉറപ്പൊന്നും പറ്റൂല കേട്ടാ. ശ്രീഹരി, നീ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അതെ കേട്ടാ, പോയിക്കോ, ഇരുന്നോ. ഓക്കെ. ഇനി രണ്ടാമത്തെ ആള്, ഇപ്പം ശ്രീഹരിക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 151, 151. അടുത്ത ആൾക്ക് കിട്ടിയ മാർക്സ് എന്ന് പറയുന്നത് 150.5 വ്യത്യാസം. അതിന് താഴെയുള്ളത് 0.2 ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും ക്ലോസ് കോമ്പറ്റീഷൻ ആണ് ഇപ്പം. എനിക്കൊന്ന് ഇപ്പൊ നമ്മൾ ആ ഡെസിമൽ പരിപാടി തുടങ്ങിയോണ്ട് നന്നായി. അതെ തീർച്ചയായും. ഒരു മാർക്ക് പോലും ഡിഫറൻസ് ഇല്ല. പോയിന്റിലാണ് വ്യത്യാസം, എല്ലാം പോയിന്റിലാണ്. വെറും 0.5 വ്യത്യാസത്തിൽ അടുത്ത സേഫായ ആളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദിയ. ദിയ എഗൈൻ നൂൽപാലത്തിലൂടെയാണ് നടക്കണം കേട്ടോ. ദിയ നന്നായിട്ട് പാടുന്നില്ല. ഷാനിക്കല്ലേ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കാണാന്ന് പറഞ്ഞത് ദിയയുടെ അടുത്ത്? നന്നായിട്ട് പാടുന്നില്ല എന്നല്ല, ചെറിയ ചെറിയ മിസ്റ്റേക്സ് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത അടിപൊളി സിംഗറാണ് ദിയ. അപ്പം ദിയ 150.5, യു ആർ സേഫ്. കൺഗ്രാറ്റ്സ് മോളെ. കൺഗ്രാറ്റുലേഷൻസ്. മക്കളെ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നമ്മൾ 3 പേര് എന്നുള്ള തീരുമാനമാണ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പറ്റിയ കുഴപ്പങ്ങൾ, അതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയാലും ഇനി നിങ്ങൾ എന്തൊക്കെയായാലും അടുത്ത റിയാലിറ്റി ഷോ, അത് നിങ്ങൾ എന്തൊക്കെയായാലും നാളത്തെ പാട്ടുകാരാണ്, അതിൻ്റെ ഉറപ്പ്. അത് പാട്ടുകാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നാൽ മാത്രം കേട്ടോ. ഇത് ഓരോ റിയാലിറ്റി ഷോയിലും ജയിച്ച് എത്രയോ പേര് പാടി വന്നിട്ട് അവരിൽ എല്ലാവരും പാടുന്നുണ്ടോ? നിങ്ങൾ നോക്ക്. അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നവർ മാത്രം കുറച്ച് പേരേ ഉള്ളൂ. ഏറ്റവും വലിയ തെളിവാണ് ഹരി തന്നെ. പിന്നെ അത് ഇവിടുന്ന് പിന്നെ ഓഡിഷൻ പറഞ്ഞു വിട്ടവനാണ് ഇവിടെ ജഡ്ജായിട്ട് ഇരിക്കുന്നത്. അത്രയും ഹാർഡ് വർക്ക് അവൻ ചെയ്യും. അതാണ് വലിയ കാര്യം. അതെ. അപ്പം മക്കളെ ഇവിടുന്ന് പോകുന്നു എന്നുള്ള ഒരു ഇഷ്യൂവേ ആക്കണ്ട. മനസ്സിൽ കാര്യം, നമ്മളിതൊരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ പോയേ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങളാണെങ്കിൽ നാളെ അവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലേ? എങ്കിലല്ലേ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മക്കൾ ആരും വിഷമിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ദൈവാധീനം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അതേ പ്രാർത്ഥിക്കുന്നുള്ളൂ ഞാൻ. അച്ഛനും അമ്മയും എപ്പോഴും അവരെ പ്രൗഡാക്കുക. എല്ലാം കൊണ്ട് എല്ലാം നന്മയും ഉണ്ടാവട്ടെ. സംഗീതം വിട്ട് കളയരുത് മക്കളെ. പഠിപ്പും വേണം. പെൺകുഞ്ഞുങ്ങളാണ്, പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അതുപോലെ പാട്ടും എല്ലാം ഒരുപോലെ കൊണ്ടുപോകണം മക്കളെ. നമുക്ക് എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി, അതാണ് ഇത്. കരച്ചിൽ തുടങ്ങിയോ? ദേവാംഗി? പക്ഷെ എനിക്ക് ദേവാംഗി ഇല്ല, എനിക്ക് അല്ല. പക്ഷെ എന്നാലും എനിക്ക് അവളുടെ ആറ്റിറ്റ്യൂഡും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്താണ് മിസ്റ്റേക്ക്, കുറച്ചൊരു പണി പാളി, അത്രയും അനാലൈസ് മോൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് മോളുടെ കാര്യങ്ങൾ. അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ തെറ്റുകൾ അത് നമ്മൾ നെക്സ്റ്റ് ടൈം എങ്ങനെ വരുത്താതിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു നമ്മളെ തന്നെ നമ്മൾ ഒന്ന് വിലയിരുത്തില്ല. നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ 3 പേരും ഇത് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഏറ്റവും വലിയ ഗുണം, ഒത്തിരി
ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഈ ഒരു പേര് സൂപ്പർ സ്റ്റാറിൽ നിങ്ങൾ വന്നു എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് നല്ല സൂപ്പറായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും. സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വേദികളുണ്ട്. നിങ്ങളുടെ പാട്ടുകൾ വേറെ നല്ല നല്ല പെർഫോമൻസ് കണ്ട ആൾക്കാർ വന്നിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യും. അതിനെ ചൊല്ലി നിങ്ങൾക്ക് കുറേ വേദികൾ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് ഇനിയുള്ള എപ്പിസോഡ്സ് അതൊക്കെ മിസ് ചെയ്യുമെന്നുള്ളതിൻ്റെ വേദന അതൊക്കെ ഉണ്ടാവും. പിന്നെ സൂപ്പർ സ്റ്റാർ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേദന അതൊക്കെ ഈ കോമ്പറ്റീഷനിൽ വളരെ സർവ്വസഹജമാണ്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ മാത്രം മതി ഇനി മുന്നോട്ടുള്ള യാത്രയിലേക്ക്. അപ്പം അത് നല്ല പോസിറ്റീവായിട്ട് എടുക്കുക. വിഷമമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പേര് പറഞ്ഞു ഈ എലിമിനേഷൻ കാണാൻ പറ്റില്ല, ഞങ്ങൾ മാറി നിൽക്കുക. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. നിങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെ പഴകിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടാവും. പക്ഷേ ഈ അനുഭവങ്ങൾ അത് മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒന്ന് ചിരിച്ചേ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക്ക, നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങൾ എല്ലാവരോടും കോമൺ ആയിട്ട് തന്നെ പറയാണ്, ഇത് എലിമിനേഷൻ എന്ന് പറയുന്നത് ഇത് ഒരു ഏതൊരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു എക്സിക്യൂഷൻ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം ശ്രീനി സാർ വന്നു, ഉണ്ണി സാർ വന്നു, അനുരാധ മാം വന്നു, രമ്യ വന്നു. അപ്പം ആ മാർക്സ് ഒക്കെ ഹിഡൻ ആയിരുന്നല്ലോ. അപ്പോൾ എന്നിട്ട് ആ ഒരു ഫിൽട്രേഷനിലൂടെയാണ് ഇപ്പം ഈ ഒരു സ്ഥലത്ത് എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് ഉള്ള ഒരാളെ കൂടെ നമ്മൾ സേഫ് ആക്കാൻ പോവാണ്. റിസ്ക് എടുത്തങ്ങ് തീരുമാനിക്കുകയാണ്. ഒരാൾക്ക് കൂടെ ഫൈനൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതിന്റെ മാർക്സ് പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഈ കോമ്പറ്റീഷൻ ക്ലോസ് ആണെന്നുള്ള കാര്യം. ദിയക്ക് കിട്ടിയത് 150.5 ആണ്. ഈ പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത് 150.3. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം ക്ലോസ് കോമ്പറ്റീഷൻ ആണെന്നുള്ള കാര്യം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസ് മൊത്തം മാറും. അതുകൊണ്ട് മക്കളെ ഞാൻ പറയാണ്, പണിയെടുക്കണം. പണിയെടുത്താലേ പറ്റൂ ഇനി കേട്ടോ. ഈ 150.3 മാർക്സ് കിട്ടിയിരിക്കുന്നത് ഈ 150.3 മാർക്സ് കിട്ടിയിരിക്കുന്നത് തീർത്ഥക്കാണ്. കൺഗ്രാറ്റ്സ് മോളെ. കൺഗ്രാറ്റ്സ് തീർത്ഥക്കുട്ടി. ഇനി മോള് പറഞ്ഞേ. അതെ, പറ മോളെ, സ്മാർട്ട് ആയിട്ടിരിക്കടാ. പറ ഇനി എന്തൊക്കെ ചെയ്യും, ഇനി അതൊക്കെ പറ. നന്നായിട്ട് പാടാൻ ശ്രമിച്ചാ പോരാ, നന്നായിട്ട് പാടണം. അത് എന്താ കോൺഫിഡൻസ് ഇല്ലാത്ത? നന്നായിട്ട് പാടണം. നോക്കൂ, ഒരു 0.2 മാർക്കൊക്കെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരാവസ്ഥയാണ് മക്കളെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളങ്ങോട്ട് പുറത്ത് ഒരു ചാൻസ് കിട്ടി രക്ഷപ്പെടുമ്പോൾ പിന്നെന്താ പറയണ്ടേ? ഞാനോ ശ്രമം നടത്തി നോക്കാം, അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഇത് ഇങ്ങനെ ഒരാളെ കയറ്റി വിടുന്നത് നമുക്ക് തന്നെയല്ലേ അതൊരു ബോറവസ്ഥയാവുന്നത്. മോളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ടോപ്പ് 1 ആവും, ഞാൻ ഈ സൂപ്പർ സ്റ്റാർ ആവും എന്നുള്ള ആ ഒരു ഇത് വേണ്ടേ മോളെ? ആ കോൺഫിഡൻസ് വേണ്ടേ? അത് പറയൂ, അത് കേൾക്കാനാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മക്കള് പറയടാ. പാടും, ഇനി നന്നായിട്ട് പാടും. അത് എല്ലാവരും നന്നായിട്ട് പാടണം, പാടിയേ പറ്റത്തുള്ളൂ. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എപ്പോഴും നമ്മളാണ് ഇവിടെ രാജാവ് എന്നുള്ള ലെവലിൽ വേണം മോളെ നിൽക്കാൻ, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ധൈര്യം വേണം എപ്പോഴും കേട്ടോ. ഒരു സ്ഥലത്തും എങ്ങനെ ചമ്മിപ്പോരുത്. പറഞ്ഞ ധൈര്യമായിട്ട്. ഞാൻ ഇനി നന്നായിട്ട് പാടും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ശക്തിയായിട്ട് പറഞ്ഞ കേൾക്കട്ടെ. സ്ട്രോങ് ആയിട്ട് പറ. ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കും, നന്നായിട്ട് പാടും. ഓക്കെ, ഗുഡ്. ഓക്കെ,
കൺഗ്രാചുലേഷൻസ് തീർത്ത. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം എന്തോ കുഴപ്പമുണ്ട്. അതെന്ന് പറഞ്ഞാൽ തീർത്ഥയുടെ മാത്രമല്ല, എല്ലാവരുടെയും മുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തോ സംതിങ് ഇസ് ട്രബിളിങ് ദം എന്നുള്ളത് നമുക്ക് ആ മുഖം. കാരണം ഇപ്പം നല്ല പരിചയമായല്ലോ. അപ്പം ഇപ്പം കഴിഞ്ഞ തവണ പിന്നെ പാർവണയുടെ കൂടെ അല്ലേ ഡാൻസ് ചെയ്തത്. ആ ഡാൻസിൽ ഒന്നും തീർത്ഥയുടെ ഇൻവോൾവ്മെന്റ് അത്രയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാടിയതിലും എന്തൊക്കെയൊക്കെയോ പ്രശ്നം നമ്മൾ ചോദിക്കുകയും ചെയ്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുളയോടെ എടുത്ത് അങ്ങ് കളഞ്ഞേക്കാം. ഡോണ്ട് പ്രഷറൈസ് യുവർ സെൽഫ്. നമ്മൾ ഒരു ആർട്ടിസ്റ്റിനും അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് ഒരു ഡയറക്ടർ പ്രഷർ തരികയാണെങ്കിൽ, ഞാൻ ഡയറക്ടറോട് പറയും ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് ഞാൻ പറയും. അത് ആ പാട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. പ്രഷർ തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. അതിങ്ങനെ തുറന്നു പറയേണ്ട ആൾക്കാർ പാരൻസ് ആണെങ്കിൽ അവരോട് പറയാ, ഇന്ന വിഷമങ്ങളുണ്ടെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. പറഞ്ഞു തീർക്കാം കേട്ടോ. തീർത്ത യു സേഫ്. ഇത്തവണ നമ്മളെ വിട്ടു പോകുന്നത് ദേവാങ്കി ആൻഡ് ദേവ്. യെസ്, തവണ മോളെ ഞാൻ പറഞ്ഞില്ലേ, എഗൈൻ നമ്മൾ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഇത് ഒരു ലോകാവസാനമായിട്ടൊന്നും കാണണ്ട കേട്ടോ. ഇത് ഈ ഒരു ഷോയുടെ ഒരു പ്രോസസ് ആയിട്ട് കാണാം. ഇതിപ്പോൾ ഇന്ന് നിങ്ങളാണെങ്കിൽ അടുത്ത എലിമിനേഷനിൽ ഇതുപോലെ വേറെ ആൾക്കാരായിരിക്കും വന്ന് നിൽക്കണേ. ചിലപ്പം അടുത്ത എലിമിനേഷനിൽ 2 ആയിരിക്കില്ല, ചിലപ്പോൾ 3 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിസിഷൻ മാറ്റും, എന്തും സംഭവിക്കാം. അപ്പം എലിമിനേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പം എലിമിനേഷനിൽ അല്ലെങ്കിൽ ഡേഞ്ചർ സോണിൽ വരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഈ ഷോയുടെ ഏറ്റവും വലിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഗോൾഡൻ മൈക്ക്, അത് ആർക്കും ഇത്തവണ കിട്ടിയില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തിയായിരിക്കും നമ്മൾ ആദ്യം അവിടെ കൊണ്ടുപോയി ഇരുത്തണം. വേറെ മാർക്കും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല, പോയി ഇരുന്നോ എന്നേ പറയുള്ളൂ. ആ മൈക്ക് അതുപോലെ അവിടെ കിടക്കാണ്. അപ്പോൾ അത് കുറച്ച് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി ആ ലെവലിലേക്ക് നിങ്ങൾ പെർഫോം ചെയ്ത് തുടങ്ങണം കേട്ടോ. ഇത് എല്ലാവരോടും പറയാണ്. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. നന്നായിട്ട് പാടുക ഇനി അങ്ങോട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇനി ഇവരുടെ മാർക്സ് നമുക്ക് ഇവരുടെ മാർക്സ് ദേവികക്ക് കിട്ടിയിരിക്കുന്നത് 150. ദേവികക്ക് 150, ദേവാങ്കിക്ക് 148.1. എല്ലാവരും അവർക്കൊരു വലിയൊരു കൈയ്യടി കൊടുത്തു. ചേച്ചി പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ എൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഇനോഗ്രേഷൻസിനൊക്കെ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ നിങ്ങളുടെ ഫേസ് ഒക്കെ ഓൾറെഡി രജിസ്റ്റർ ആയി. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളുടെ ഔട്ടുകളും നമ്മുടെ ടെലികാസ്റ്റും ഒക്കെ ഉണ്ട്. ഓൾറെഡി നിങ്ങളുടെ ഫേസ് ഒക്കെ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി പ്രോഗ്രാംസ് ഒക്കെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പ്ലേ ബാക്ക് സിംഗിങ്ങിനൊക്കെ വിളിക്കും. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇനി കിടക്കാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മിസ് ചെയ്യാം ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട്. കുഞ്ഞുങ്ങളാണ്, ലൈഫ് കിടക്കുന്നേ. നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ എക്സ്പീരിയൻസും ഉപയോഗിക്കുക. ഓക്കെ, അത്ര മാത്രമേ, എല്ലാം ചെറിയ ചെറിയ പോയിന്റാണ് നിങ്ങൾക്ക് ഇപ്പം അവിടെ നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റേ ഹാപ്പി, അടിച്ചു പൊളിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി ദേവുവിനും ദേവാങ്കിക്കും മൊമെന്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ ഷാനിക്ക, ശരത് സർ, രമി ചേച്ചി ഒന്ന് സ്റ്റേജിലേക്ക് വരാം. അപ്പൊ ദാ മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് ദേവാങ്കിക്ക്. ശരത്
ദേവാംഗിക്ക് ഒരു ക്യാഷ് അവാർഡും കൂടി ഉണ്ട്. ദേവു എലിമിനേഷനും ഈ ഒരു ഷാനിക്ക ഈ കൃഷ്ണനായിട്ടാണ് അവള് വന്നത്. ഈ കൃഷ്ണൻ എന്നും ദേവുവിന്റെ കൂടെ ഉണ്ടാവൂട്ടാ, എന്നും. ദാ പിടിച്ചോ. ഓക്കെ, താങ്ക് യു ദേവാങ്കി ആൻഡ് ദേവു. ഷാനിക്ക, ശരത് സർ, ചേച്ചി, ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. അതെ, ഒരു സുപ്രധാന ചടങ്ങ് ബാക്കിയുണ്ട്. അതെ, അതിൽ എത്രയോ ലെജൻസിന്റെ സിഗ്നേച്ചർ. യെസ്, അത് നമ്മൾ വെറുതെ കളയാൻ പാടില്ലല്ലോ, കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പൊ 2 ഷെഡ്യൂളും കൂടെ നോക്കി നമ്മൾ ഏറ്റവും കൂടുതൽ ടോപ്പ് വന്നത് ആരാണ്? മെബിൻ. മെബു. വാ. ലെജൻസിന്റെ സിഗ്നേച്ചർ ഉള്ള ആ ഒരു ഗിറ്റാർ നമുക്ക് ഇനി വീട്ടിൽ കൊണ്ടുപോകാം. അന്ന് അവൻ തന്നെ പോയി എടുക്കട്ടെ അല്ലേ? പോയെടുത്തു. Neza goma baba